കണ്ണിമാങ്ങ ഉപ്പിലിടുവാനായിട്ട് മാങ്ങ പറിച്ചെടുക്കട്ടെ. അത് ഞെട്ടിയോടുകൂടി വേണം മാങ്ങ പറിച്ചെടുക്കാനായിട്ട്. ഇതുണ്ടോ, ഇതുപോലെ ഞെട്ടി കൂട്ടി പറിക്കണം. നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് വേണം ഉപ്പിലിടാനായിട്ട്. ഞാനിപ്പോൾ ഈ പാകത്തിലുള്ള മാങ്ങയാണ് ഉപ്പിലിടാൻ പോകുന്നത്. കണ്ണിമാങ്ങ പ്രായത്തിലുള്ളത്. ഞാനിപ്പോൾ ഇത്രയും മാങ്ങ പറിച്ചെടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട്, ഇതിലൊക്കെ പൊടിയും അഴുക്കെല്ലാം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വേണം എടുക്കാൻ. ഈ ഞെട്ട് പൊട്ടിച്ച് കളയാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഒരു തവണ കൂടി മാങ്ങ കഴുകിയെടുക്കാം. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം തുടച്ച് കൊടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. കണ്ണിമാങ്ങ ഉപ്പിലിടുവാനായിട്ട് ഇനി വേണ്ടത് ഒരു ഭരണിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ചില്ലുകുപ്പിയോ ആണ് വേണ്ടത്. ഭരണി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചില്ലുകുപ്പി ഇവിടെ എടുത്തിരിക്കുന്നത്. ചില്ലുകുപ്പി ഇടുന്നത് നല്ലതാണ്, പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലൊരു ചില്ലുകുപ്പി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും കല്ലുപ്പിട്ട് കൊടുക്കാം. ഈ കുപ്പിയിൽ ഇത്ര മാങ്ങ മാത്രമേ ഇതിൽ ഇടാൻ പറ്റുള്ളൂ. ചെറിയ കുപ്പി ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത്ര ഇതിലിടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് ഞാൻ ഇതാ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ മാങ്ങയുടെ മുകളിൽ മുങ്ങുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം. വേണമെങ്കിൽ അല്പം വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെളുത്ത പാടയൊന്നും വരാതിരിക്കാനും പൂപ്പൽ വരാതിരിക്കാനും കൂടി അല്പം വിനീഗർ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടാക്കിയത് അല്പം കയ്യിൽ തടവിയിട്ട് ഇതുപോലെ ഈ കുപ്പിൻ്റെ സൈഡിലും ഈ സൈഡിലെല്ലാം തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ അടപ്പിൻ്റെ ഉൾവശത്തും ഈ സൈഡിലും അരികിലെല്ലാം തേച്ച് കൊടുക്കാം. പൂപ്പൽ വരാതിരിക്കാനും കൂടുതൽ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാനും ആയിട്ടാണത് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒത്തിരി നാൾ ഈ കണ്ണിമാങ്ങ കേടുകൂടാതെ ഇരിക്കുന്നതാണ്.